ബ്രഹ്മയുഗം, ദ ഏജ് ഓഫ് മാഡ്നസ്, ഭ്രാന്തിൻ്റെ യുഗം. ഭൂതകാലത്തിനു ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കിയ ഹൊറർ ത്രില്ലർ പടമാണ് ബ്രഹ്മയുഗം. രാമചന്ദ്രയും ശശികാന്ത് നിർമ്മിച്ച ബ്രഹ്മയുഗത്തിൻ്റെ സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് ടി രാമകൃഷ്ണനാണ്. മനോഹരമായ സംഭാഷണങ്ങൾ എല്ലാം തന്നെ വളരെ ഡിഫറൻറ്റും ക്യാച്ചിയും ആയിരുന്നു. ചിത്രം തുടങ്ങി ടൈറ്റിലിലേക്ക് എത്താൻ വരെയുള്ള രംഗങ്ങൾ വളരെ മികച്ചതായി ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെ വ്യത്യസ്തമായി തന്നെ കൊണ്ടുവന്നു. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള സിനിമയിൽ ലൊക്കേഷൻസും വളരെ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ബോറടിപ്പിക്കാതെ തന്നെ പോകുന്ന സിനിമ മുൻപോട്ട് പോകുമ്പോൾ ഭയം എന്ന ഫാക്ടർ മാറി കഥാപാത്രങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യും എന്നൊരു ചിന്തയാണ് പിന്നീട് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നതെന്ന ഫീൽ ആണ് പേഴ്സണലി തോന്നിയത്. നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്ത സ്ക്രിപ്റ്റിൽ മമ്മൂട്ടി എന്ന നടന് റീസെൻ്റ്ലി ഇറങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങളോട് ഒരു തരത്തിലും സാമ്യതയോ ബന്ധമോ ഇല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാനുള്ള അവസരമാണ് സംവിധായകൻ ഒരുക്കിക്കൊടുത്തത്. മമ്മൂട്ടി ആ ജോലി 100% തൃപ്തി കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്തു വെച്ചു എന്നതാണ് സന്തോഷം. ഇൻ്റർവൽ ബ്ലോക്കിലെ ഡയലോഗ് പോലെ തന്നെ നമ്മെ പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഒഴുക്കായിരുന്നു പടത്തിനുള്ളത്. ബ്രഹ്മയുഗത്തിൻ്റെ കോസ്റ്റ്യൂമുകൾ വളരെ സിമ്പിൾ ആണെങ്കിലും കഥയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു. ബ്രഹ്മയുഗത്തിൻ്റെ പശ്ചാത്തല സംഗീതവും ഛായാഗ്രഹണവും വളരെ മികച്ചതായി തന്നെ തോന്നി. ഒരു ഹൊറർ മൂവി അല്ലെങ്കിൽ ഒരു മാന്ത്രിക കഥ, അതുമല്ലെങ്കിൽ ഒരു മായാലോകത്തെ കഥ ആയതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചിത്രമാണ് ബ്രഹ്മയുഗം എന്നാണ് കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള അഭിപ്രായം. സിനിമയുടെ കഥ പറയലിൻ്റെ രീതിയും താളവും ടെക്നിക്കൽ വശങ്ങളും എല്ലാം തന്നെ മികച്ചതായിരുന്നു. അനാവശ്യമായ ബഹളം വയ്ക്കുന്ന ഓഡിയൻസ് ഇല്ലെങ്കിൽ ഇപ്പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാമെന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. പടത്തിന് പോകുമ്പോൾ അഥർവമൊക്കെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ആ ലെവലിൽ ഉള്ള അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ ഉള്ള ഒരു ചിത്രമല്ല ബ്രഹ്മയുഗം. മുൻകാലങ്ങളിൽ ഇറങ്ങിയ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്, നാത്താൻ കേസുകോട് ഒക്കെ പോലെ വലിയ സ്ക്രീനിൻ്റെ മൊത്തം ഭാഗത്തും വരാത്ത രീതിയിലാണ് ബ്രഹ്മയുഗം വെള്ളിത്തിരയിൽ കാണിക്കുന്നത്. ചിലയിടങ്ങളിൽ സിനിമ ആസ്വദിക്കുന്നതിനെ സ്ക്രീനിൽ അങ്ങനെ കാണിക്കുന്നത് നെഗറ്റീവായി എന്നെ ബാധിച്ചു. വളരെ പേഴ്സണലായി പിന്നെ എനിക്ക് എടുത്തു പറയാൻ അല്ലെങ്കിൽ സ്പെഷ്യലായി പറയാൻ ഉള്ളത് ഈ സിനിമ എന്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി ഇറക്കി എന്നതിനെ കുറിച്ചാണ്. എന്ത് റീസൺ ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി വന്നത് ആസ്വാദനത്തിൻ്റെ രസച്ചരട് പൊട്ടിച്ചതായി തന്നെ പേഴ്സണലി തോന്നി. കളറിൽ തന്നെ വന്നിരുന്നുവെങ്കിൽ പടത്തിൻ്റെ 95% രംഗങ്ങളും മറ്റൊരു കിടിലൻ ഔട്ട്പുട്ട് ലെവലിലേക്ക് പോയേനെ. പല ഷോട്ടുകളും അറിയാതെ കളർ ചേർത്ത് ചിന്തിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായി. ഇത്രയും കളർഫുള്ളായ കാലഘട്ടത്തിൽ വീണ്ടും പഴയ കളറ് മങ്ങിയ നിലയിലേക്ക് പോകേണ്ടിയിരുന്നില്ല എന്നാണ് പേഴ്സണലി ഉള്ള അഭിപ്രായം. മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ മമ്മൂട്ടിയും സിദ്ധാർത്ഥ് ഭരതനും അർജുൻ അശോകനും മണികണ്ഠനും മത്സരിച്ചഭിനയിച്ച അണിയറ പ്രവർത്തകർ ഗ്രഹപാഠം ചെയ്ത് പണിയെടുത്ത മലയാളത്തിന് വ്യത്യസ്തമായി അനുഭവം തന്ന ലൊക്കേഷൻസും കഥാപാത്രങ്ങളും വച്ച് നോക്കുമ്പോൾ ചെറിയ സ്കെയിലിലുള്ള ഒരു മികച്ച ചിത്രം തന്നെയാണ് ബ്രഹ്മയുഗം.